ഇന്ത്യയിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ ജീവിതവും രാഷ്ട്രീയ പാരമ്പര്യവും. പൂർണ്ണനാമം ഇന്ദിരാ പ്രിയദർശിനി ഗാന്ധി. ജനനം 1917 നവംബർ 19, അലഹബാദ്, ഉത്തർപ്രദേശ്. മരണം ഒക്ടോബർ 31, 1984, ന്യൂഡൽഹി. ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി. ഭർത്താവ് ഫിറോസ് ഗാന്ധി. മക്കൾ രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി. വളർച്ചയും വിദ്യാഭ്യാസവും. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിലാണ് വളർച്ച. ടാഗോർ സ്ഥാപിച്ച ശാന്തിനികേതനിൽ പഠിച്ചു. പിന്നീട് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ വിദ്യാഭ്യാസം. 1947 ശേഷം പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. രാഷ്ട്രീയ ജീവിതം. ഇന്ത്യൻ ദേശീയ കോൺഗ്രസ് അധ്യക്ഷ. 1957 ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി. ഇന്ത്യയുടെ 3ാം പ്രധാനമന്ത്രിയായി. 1966 മുതൽ 1977 വരെയും 1980 മുതൽ 1984 വരെ ശവസംസ്കാരം വരെ ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായും ലോകത്തിലെ ശക്തനായ വനിതാ നേതാക്കളിൽ ഒരാളായിരുന്നു. പ്രധാന രാഷ്ട്രീയ സംഭാവനകൾ. ബാങ്കുകൾ ദേശീയവൽക്കരണം. 1969 14 പ്രധാന സ്വകാര്യ ബാങ്കുകൾ സർക്കാർ നിയന്ത്രണത്തിലാക്കി. സാധാരണക്കാരനും കർഷകനും ബാങ്കിങ് ലഭ്യമാക്കുന്നതിൽ വലിയ മാറ്റം വരുത്തി. രാജഭരണങ്ങളായ പ്രിവിലേജ് അവസാനിപ്പിക്കൽ. രാജാക്കന്മാർക്ക് നൽകുന്ന പ്രത്യേക അലവൻസ് ഇല്ലാതാക്കി. രാജവംശം അവസാനിപ്പിച്ച മഹത്തായ നടപടികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ബംഗ്ലാദേശിൻ്റെ രൂപീകരണം. പ്രശസ്തമായ ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യം ശക്തമാക്കി. 1971 യുദ്ധത്തിൽ ഇന്ത്യയുടെ ചരിത്ര വിജയത്തിന് നേതൃത്വം നൽകി. ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി. ആണവ പരീക്ഷണം. 1974 ഇന്ത്യയുടെ ആദ്യ രഹസ്യ ആണവ പരീക്ഷണം. ഇന്ത്യയെ ലോക ആണവ ശക്തികളുടെ നിരയിലെത്തിച്ചു. ഹരിത വിപ്ലവത്തിന് പിന്തുണ. കർഷക ഉൽപ്പന്നങ്ങൾ ഇരട്ടിപ്പിച്ച് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. വിവാദങ്ങളും വിമർശനങ്ങളും. അടിയന്തരാവസ്ഥ കാലത്ത് 1975 മുതൽ 1977 വരെ പത്രസ്വാതന്ത്ര്യം, ജനസ്വാതന്ത്ര്യം എന്നിവ നിയന്ത്രിച്ചുവെന്ന വലിയ വിവാദം. കോൺഗ്രസിൻ്റെ ഏറ്റവും വിവാദപരമായ രാഷ്ട്രീയ കാലഘട്ടം. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1984 അമൃത്സറിലെ ഗോൾഡൻ ടേബിൾ. ആയുധധാരികളായ സിഖ് തീവ്രവാദികളെ പുറത്താക്കാൻ സൈനിക നടപടി. ഇതിനുശേഷം അധിക വിവാദം വളർന്നു. ഒടുവിൽ ഈ തീരുമാനം മൂലം തന്നെ സ്വകാര്യ ബോഡി ഗാർഡുകളായ സിഖ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ 1984 ഒക്ടോബർ 31 അവരെ വധിച്ചു. വധത്തിന് ശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി. ദേശീയ ഏകീകരണത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി പ്രവർത്തിച്ച ശക്തനായ നേതാവായി ഓർക്കപ്പെടുന്നു ഇന്ദിരാഗാന്ധി. ചരിത്രത്താൾ